സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ട്രേഡ് ചെയ്യാനാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ ഇതേപ്പറ്റി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് റെഫർ ചെയ്യാം. എന്നാൽ ആധികാരികമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് റെഫർ ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനായിട്ട് ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് മാർട്ടിൻ ജെ പെർഗിന്റെ ഈ ടെക്നിക്കൽ അനാലിസിസ് എക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ്. അപ്പം ഈ ഒരു ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഡൗട്ട് തിയറിയെ പറ്റിയുള്ള ഒരു വിശദമായ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വോളിയത്തെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. വോളിയം എന്താണെന്നും വോളിയം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായി നല്ല ട്രേഡുകൾ കണ്ടെത്താമെന്നും എങ്ങനെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്നും വോളിയത്തെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, വോളിയം എങ്ങനെ ഉപയോഗിക്കാമെന്നും തുടങ്ങിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ വോളിയത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത്തരത്തിൽ വോളിയം എന്താണെന്ന് അറിയാത്ത മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് വോളിയം എന്താണെന്ന് വളരെ പെട്ടെന്നൊന്ന് തന്നെ പറയാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണ്. നിങ്ങൾ വന്നപ്പം അവിടെ റിലയൻസ് എന്ന് പറയുന്നൊരു സ്റ്റോക്ക് ഉണ്ട്. ആ സ്റ്റോക്ക് അടിപൊളിയാണെന്ന് ആരോ പറഞ്ഞു കേട്ടു. അങ്ങനെ അതിന്റെ ഒരു സ്റ്റോക്ക് വാങ്ങാൻ വന്നിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ പണം കൊടുത്തിട്ട് മറ്റൊരാളുടെ കയ്യിൽ നിന്ന്, മറ്റൊരു മാർവാടിയുടെ കയ്യിൽ നിന്നോ ആരെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾ റിലയൻസിന്റെ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണ്. അപ്പം നിങ്ങൾ പണം കൊടുത്തിട്ട് ഒരു റിലയൻസിന്റെ സ്റ്റോക്ക് വാങ്ങാൻ നേരം നിങ്ങൾ ആ വാങ്ങിയ ആ ഒരു സ്റ്റോക്കിനെയാണ്, ആ ഒരു നമ്പറിനെയാണ് ഇവിടെ വോളിയം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങിയപ്പം അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് 1 ഇവിടെ പലർക്കും വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങി വേറൊരാൾ ഒരു സ്റ്റോക്ക് വിറ്റു. അപ്പോൾ ഇവിടെ 2 വോളിയം അല്ലേ വരേണ്ടത്? എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഒരു സ്റ്റോക്ക് മാത്രമാണ് അല്ലേ? അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്തിട്ട് വാങ്ങിയ ഒരു സ്റ്റോക്ക്. അപ്പം ആ ഒരു നമ്പർ മാത്രമാണ് അവിടെ വോളിയമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇവിടെ വോളിയം എന്ന് പറയുന്നത് 1. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ആ റിലയൻസിന്റെ സ്റ്റോക്ക് മോശമാണ്, അന്ന് തന്നെ അത് വിറ്റേക്കാം എന്ന് കരുതിയിട്ട് നിങ്ങൾ മറ്റാർക്കെങ്കിലും ആ സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതേ വ്യക്തിക്ക് തന്നെ ആ ഒരു സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ദിവസത്തെ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് 2 മാറുകയാണ്. അതായത് നിങ്ങൾ ആദ്യം ഒരു സ്റ്റോക്ക് വാങ്ങി, അവിടെ ഒരു വോളിയം ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ സ്റ്റോക്ക് തിരിച്ചു വിറ്റപ്പോൾ അപ്പോൾ വീണ്ടും ഒരു വോളിയം ആഡ് ആവുകയാണ്. അപ്പം നിങ്ങൾ വാങ്ങിയ ഒരു സ്റ്റോക്ക് മാത്രമാണ്, പക്ഷേ അവിടെ ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിനനുസരിച്ച് അവിടെ വോളിയം മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ദിവസത്തെ മൊത്തം ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് 2 ആവുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾ എത്രത്തോളം ട്രേഡ് നടത്തുന്നു അത്തരത്തിൽ നിങ്ങളുടെ വോളിയം ആ ഒരു ദിവസം കൂടിക്കൊണ്ടിരിക്കും. അപ്പം മുന്നിലേക്ക് വോളിയത്തിന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാനും ഇത്തരത്തിൽ വോളിയം എങ്ങനെ നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റിനോ ട്രേഡിനോ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ അദാനി സ്റ്റോക്കിലെ ഒരു ഇൻവെസ്റ്റർ ആണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അപ്പൊ അദാനി സ്റ്റോക്ക് നല്ലതാണെന്നും മുന്നിലേക്ക് ലോങ് ടൈമിലേക്ക് അടിപൊളിയാകുമെന്നൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസം. ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തന്നെ നിങ്ങൾ അദാനിയുടെ സ്റ്റോക്കിൽ നിങ്ങൾ ലോങ് ടൈമിലേക്ക് നല്ലൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അപ്പൊ നമ്മളൊരു 3 ദിവസത്തെ സിനാരി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു ദിവസം വളരെ സാധാരണപ്പെട്ട ഒരു ദിവസമാണ്. അതായത് അദാനിയുടെ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾ നല്ല എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റർ ആയതുകൊണ്ടും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടും തന്നെ കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ കെയർ ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് വിൽക്കാനോ വാങ്ങാനോ ഒന്നിനും തന്നെ പോകുന്നില്ല. ഇനി രണ്ടാമത്തെ ദിവസത്തെ സിനാരിയോ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അദാനിയുടെ ഷെയർ ഒരു നെഗറ്റീവ് വാർത്ത വന്നതിനെ തുടർന്ന് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഷെയർ താഴേക്ക് വീണപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല, നിങ്ങൾ ആ ഷെയർ ഹോൾഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ കുറെ സമയം കഴിയും തോറും ഷെയർ നല്ല രീതിയിൽ ഫാൾ ആവുന്ന കണ്ടിട്ട് നിങ്ങളുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് ഒക്കെ മാറിയിട്ട് നിങ്ങൾ കുറച്ച് പാനിക് ആവുകയാണ്. അങ്ങനെ പാനിക് ആയിട്ട് നിങ്ങൾ ആ ഷെയർ വിറ്റ് കളയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഹോൾഡിംഗ് ഷെയർസ് നിങ്ങൾ നഷ്ടത്തിൽ വിറ്റ് കളയുകയാണ്. ഇനി മൂന്നാമത്തെ ഒരു ദിവസം സിനാരി എടുക്കുകയാണെങ്കിൽ അദാനിയെ കുറിച്ച് നല്ലൊരു വാർത്ത വരികയാണ്. ഈ ഒരു വാർത്ത കേട്ടിട്ട് പല ആൾക്കാരും അന്ന് വരെ ആ ഷെയർ ഹോൾഡ് ചെയ്യാത്ത പല ആൾക്കാരും ഇത്തരത്തിൽ കൂടുതൽ പൈസ ഇട്ടിട്ട് ആ ഷെയർ വാങ്ങുകയാണ്. അപ്പൊ ഈ ഒരു 3 ദിവസത്തെ സിനാരിയോയിലും നിങ്ങൾ ചെയ്തത് എന്താണോ അത് തന്നെയാണ് മാർക്കറ്റിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരും ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ 3 ദിവസത്തെയും അദാനിയുടെ സ്റ്റോക്കിന്റെ പ്രൈസ് എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? അതുപോലെ തന്നെ ആ 3 ദിവസവും ഇത്തരത്തിൽ ആ അദാനിയുടെ ഷെയർസിൽ ഉണ്ടായിട്ടുള്ള വോളിയത്തിലെ ഡിഫറൻസ് എന്തായിരിക്കും നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസത്തെ സിനാരിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അദാനിയുടെ ഷെയർ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അന്നത്തെ ദിവസം നിങ്ങളുടെ കയ്യിലുള്ള ഷെയർ നിങ്ങൾ വിറ്റിട്ടില്ല, നിങ്ങളത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത്തരത്തിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഇത്തരത്തിൽ അദാനിയുടെ ഷെയറിൽ നടന്ന വോളിയത്തിന്റെ ബാർ എന്ന് പറയുന്നത് കുറവായിരിക്കും, മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഇത് ഫസ്റ്റ് ഡേ ആണെന്ന് കരുതുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഇത്തരത്തിലൊരു നെഗറ്റീവ് വാർത്ത വന്നു, പല ആൾക്കാരും പാനിക്കായി സെല്ല് ചെയ്യാൻ തുടങ്ങി. അപ്പം അവസാനം മാർക്കറ്റ് ഇടിയുന്ന കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും വിൽക്കില്ല, ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുമെന്ന് കരുതിയിരുന്ന നിങ്ങൾ പോലും അദാനിയുടെ ഷെയർ അപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചു. അപ്പം നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആ ഷെയർ നഷ്ടത്തിൽ വിറ്റ് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം വോളിയം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഇത്തരത്തിൽ
ആ രണ്ടാമത്തെ ദിവസം വോളിയം വളരെ രീതിയിൽ കൂടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം മറ്റൊരു ദിവസം പലരും ഷെയർസ് ഒക്കെ വിറ്റ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ഇത്തരത്തിൽ എന്താ സംഭവിച്ചത്, അദാനിയെ പറ്റി നല്ലൊരു വാർത്ത വരുന്നത് കണ്ടിട്ട് പല ആൾക്കാരും അദാനി സ്റ്റോക്കിന്, അപ്പോൾ അദാനിയുടെ സ്റ്റോക്കും വളരെ കുറഞ്ഞ വിലയിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് പല ആൾക്കാരും, അന്ന് വരെ അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരും ന്യൂസ് കണ്ടിട്ടുള്ള ആൾക്കാരും ഇനി നഷ്ടത്തിൽ വിറ്റ് കളഞ്ഞ ആൾക്കാരും എല്ലാവരും തന്നെ ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്ക് വാങ്ങാൻ തുടങ്ങിയാണ്. അപ്പം വീണ്ടും അദാനിയുടെ ഷെയറിന്റെ അന്നത്തെ ദിവസത്തെ ട്രേഡിംഗ് വോളിയം കൂടുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന കണക്ക് 3 ദിവസവും 3 തരത്തിലാണ് അദാനിയുടെ ഷെയർസിൽ ഉണ്ടായിട്ടുള്ള വോളിയം ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇതിനനുസരിച്ച് തന്നെ ഇതിന്റെ പ്രൈസിലും ഡിഫറൻസ് ഉണ്ടായെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബന്ധം തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ വോളിയത്തെ ഇത്ര പ്രസക്തിയാക്കുന്നത്. മുന്നിലേക്ക് നമുക്ക് പഠിക്കാനുള്ളതും ഇത് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഓരോ നിശ്ചിത ടൈം ഫ്രെയിമിലും വോളിയം എന്ന് പറയുന്നത് മുകളിലേക്ക് മാത്രമേ പോയിക്കൊണ്ടിരിക്കൂ, വോളിയം ഒരിക്കലും കുറയുന്നതായിരിക്കില്ല. അപ്പൊ ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ ദിവസത്തെ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ അവിടെ ഒരു 1000 ആണ് വോളിയമെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് പറയാൻ 1000 ആണ് വോളിയമെങ്കിൽ ആ 1000 ഒരിക്കലും പിന്നീട് കുറയുകയില്ല, മുകളിലേക്ക് പോകാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ബെയറിഷ് ആയ ദിവസം ഉണ്ടല്ലോ, ആ ഒരു ദിവസത്തെ വോളിയം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 5000 ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് 5000 മാത്രമേ കൂടുകയുള്ളൂ, ആ ഒരു ടൈം ഫ്രെയിമിൽ അത് കുറയുകയില്ല. അടുത്ത ദിവസത്തെ വോളിയം നമുക്കൊരു 4000 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോഴും അത് 4000 വരെ എത്തിയെങ്കിൽ 4000 താഴേക്ക് അത് പോകുകയില്ല, മുകളിലേക്ക് പോകാൻ മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇത് ഡേയുടെ ഒരു ടൈം ഫ്രെയിം ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് എടുക്കാം, അതുപോലെ തന്നെ 10 മിനിറ്റ് എടുക്കാം. ഏതാണെങ്കിലും ആ ഒരു നിശ്ചിത ടൈം ഫ്രെയിമിൽ ആ ഒരിക്കലും വോളിയം കുറയുന്നതായിരിക്കില്ല. ബെനിഫിറ്റ്സ് ഓഫ് വോളിയം. അപ്പം വോളിയം പഠിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്കിന് പുറത്തുള്ള ആളുകളുടെ താല്പര്യം എന്താണെന്ന് നമുക്ക് വോളിയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വോളിയവും ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസിനെയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പല നിഗമനത്തിലും എത്താം. ആ ഒരു നിഗമനം വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റോ ട്രേഡോ കറക്റ്റ് ആയിട്ട് എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ, മാർട്ടിൻ ജെ പ്രിങ്ങിന്റെ ഈ ഒരു പുസ്തകത്തിൽ വോളിയത്തെ പറ്റി പറഞ്ഞിട്ടുള്ള എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതാണ് വോളിയം ഗോസ് വിത്ത് ട്രെൻഡ്. അതായത് നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ആണെങ്കിലും ഇത്തരത്തിൽ ഇൻഡെക്സ് ആണെങ്കിലും ഒരിക്കലും മുകളിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോവുകയില്ല, അതുപോലെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീഴുകയുമില്ല. ഇത്തരത്തിൽ മുകളിലേക്ക് കയറി ഇറങ്ങി വോളറ്റൈൽ ആയിട്ടായിരിക്കും ഇതിന്റെ ഒരു മൊമെന്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുപോലെ തന്നെയാണ് വോളിയത്തിലും സംഭവിക്കുക. അതായത് ഒരു ദിവസം വോളിയം കുറവാണെങ്കിൽ അടുത്ത ദിവസം ഭയങ്കര കൂടുതലായിരിക്കാം, ചില ദിവസം അതിനേക്കാളും കുറവുമായിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ കയറി ഇറങ്ങി വോളിയവും വോളറ്റൈൽ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണുകയാണെങ്കിൽ അത് മനസ്സിലാവുന്നതാണ്. അപ്പം വോളിയം ഗോസ് വിത്ത് ട്രെൻഡ് എന്ന് പറയാൻ നേരം ഒരു ട്രെൻഡിനെ വോളിയം അതിനൊപ്പം ഫോളോ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അതിനർത്ഥം ഒരു സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ ആ ഒരു ടൈം ഫ്രെയിമിലെ വോളിയവും അതിനൊപ്പം മുകളിലേക്ക് തന്നെ പോകേണ്ടതാണ്. അതുപോലെ ഒരു സ്റ്റോക്കിന്റെ വില ഇടിയുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ ആ ഒരു വോളിയവും താഴേക്ക് കുറയേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ നാച്ചുറൽ ആണ്, നോർമൽ ആണ് എന്നാണ് ഇത്തരത്തിൽ മാർട്ടിൻ ജെ പ്രിങ് പറയുന്നത്. അതായത് നിങ്ങളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ ചാർട്ടിൽ ഈ ഒരു സിനാരിയോ കാണുവാണെങ്കിൽ അത് നോർമൽ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഒരു നോർമൽ സിനാരിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ഒരു അപ് ട്രെൻഡിലാണ് ഉള്ളത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കിന്റെ ചാർട്ടാണ് ഇതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വോളിയം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു സ്റ്റോക്കിൽ താഴേക്ക് വില കുറയുന്ന സമയത്ത് മുമ്പത്തെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ഇവിടെ വോളിയം കുറവാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ആ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് പോകുന്ന സമയത്ത് വോളിയം അവിടെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെയാണ് മുന്നിലേക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കിൽ ഇത് കാണുകയാണെങ്കിൽ ഇത് വളരെ നോർമൽ ആണെന്നും നാച്ചുറൽ ആണെന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആ കമ്പനി നല്ല രീതിയിലാണ് ടെക്നിക്കലി പോകുന്നതെന്നുമാണ് ഇത്തരത്തിൽ മാർട്ടിൻ ജെ പ്രിങ്ങിന്റെ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വോളിയം ഗോസ് വിത്ത് ട്രെൻഡ്. അതായത് ഇത്തരത്തിൽ ഷെയറിന്റെ വില ഉയരുന്ന സമയത്ത് വോളിയം കൂടുന്നുണ്ട്, ഷെയറിന്റെ വില കുറയുന്ന സമയത്ത് വോളിയം കുറയുന്നുമുണ്ട്. ഇത് നാച്ചുറൽ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സിനാരിയോ എടുക്കാം. അത് നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഇത്തരത്തിൽ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ട്രെൻഡിനെ വോളിയം ഫോളോ ചെയ്യുന്നില്ല നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് ഇത്തരത്തിൽ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ വോളിയം കൂടുന്നില്ല. അതുപോലെ എന്നാൽ നേരെ മറിച്ച് സ്റ്റോക്ക് താഴേക്ക് വരുന്ന സമയത്ത്, സ്റ്റോക്കിന്റെ വില താഴേക്ക് വരുന്ന സമയത്ത് വോളിയം കൂടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് വോളിയം ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നാച്ചുറൽ സിനാരിയോ അല്ല, ബെയറിഷ് സിനാരിയോ ആണെന്നാണ് ഇത്തരത്തിൽ മാർട്ടിൻ ജെ പ്രിങ്ങിന്റെ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു രണ്ട് കേസും മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കിന്റെ ഒരു വീക്ക്ലി ചാർട്ടോ ഡെയിലി ചാർട്ടോ എടുത്ത് വെച്ചിട്ട് ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്.
അപ്പൊ നിങ്ങൾ ഈ കണ്ട ബെയറിഷ് സിനാരിയോ ഇത്തരത്തിൽ നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ളത് മണപ്പുറത്തിന്റെ ചാർട്ടിലേക്കാണ്, മണപ്പുറത്തിന്റെ ഡെയിലി ചാർട്ടിലേക്ക്. അപ്പൊ ഈ ഒരു ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മണപ്പുറത്തിന്റെ ഷെയർ പ്രൈസ് മുൻകാലങ്ങളിൽ താഴേക്ക് വീണ സമയത്ത് ഇത്തരത്തിൽ അതിന്റെ ഡെയിലി ചാർട്ടിലെ വോളിയം ഡെയിലി ക്യാൻഡിൽ വോളിയം എന്ന് പറഞ്ഞത് ഭയങ്കര കൂടുതലാണെന്ന് കാണാം. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു ബെയറിഷ് സിനാരിയോടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് താഴേക്ക് വീഴുമ്പോൾ വോളിയം കൂടുതലാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അതിനൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ആ ഷെയർ മുകളിലേക്ക് തിരിച്ച് കയറുന്ന സമയത്ത് അതിന്റെ വോളിയം കൂടുതലാണെന്ന് നമുക്ക് കാണുന്നില്ല. അതിന്റെ വോളിയം മുമ്പത്തെ ക്യാൻഡലിനെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് തന്നെയാണ് പിന്നീട് മുന്നിലേക്ക് മണപ്പുറത്തിന്റെ മുന്നിലേക്ക് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മണപ്പുറം എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്ക് നോർമൽ ആയിട്ടല്ല പോകുന്നതെന്നും ടെക്നിക്കലി അത് വീക്ക് ആണെന്നുമാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഷെയർ താഴേക്ക് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേ കേസിൽ തന്നെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള മുകളിലേക്ക് പോകുന്ന ഏതൊരു സ്റ്റോക്ക് നിങ്ങൾ എടുത്താലും ഇത്തരത്തിൽ അത് അതിന്റെ ട്രെൻഡിനെ അതിന്റെ വോളിയം ഫോളോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മുകളിലേക്ക് പോകുന്ന സമയത്തെല്ലാം തന്നെ അതിന്റെ വോളിയം കൂടുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ താഴേക്ക് വരുന്ന സമയത്ത് അതിന്റെ വോളിയം കുറവാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊരു ചാർട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ടെസ്റ്റിംഗ് പ്രീവിയസ് ലോ വിത്ത് ലോ വോളിയം. അതായത് ഒരു സ്റ്റോക്ക് ഇത്തരത്തിൽ താഴേക്ക് വന്നിട്ട് മുമ്പത്തെ ഒരു ലോ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടെസ്റ്റിംഗ് സമയത്ത് അതിന്റെ വോളിയം വളരെ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് ആ ഒരു കുറഞ്ഞ പ്രൈസിൽ പോലും ആ ഒരു ഷെയർസ് വിൽക്കാൻ ഇൻവെസ്റ്റേഴ്സ് തയ്യാറാകുന്നില്ല എന്നാണ്. അതായത് ആ ഷെയർസ് നല്ലതാണെന്ന് കരുതിയിട്ട് അവരത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പം ഈ ഒരു വിലയ്ക്ക് അവർ വിൽക്കാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇങ്ങനൊരു സിനാരിയോ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനി അടിപൊളിയാണെന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് കുറഞ്ഞ വിലയിൽ നിന്ന് വീണ്ടും ആളുകൾ ബൈ ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഇത്തരത്തിൽ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അതിനൊരു നല്ല സൂചനയായിട്ടാണ് കാണിക്കുന്നത്. ഇനി അതല്ല, അങ്ങനെ ഒരുപാട് ടൈം ആ ഒരു ലോ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അത്തരത്തിൽ ലോ വോളത്തിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു നെഗറ്റീവ് ന്യൂസോ എന്തെങ്കിലും ഒരു ഇൻസൈഡർ ന്യൂസോ സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ ഹൈ വോളിയത്തിൽ തന്നെ ആ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്ത് താഴേക്ക് പോയേക്കാം. അപ്പൊ നമ്മളിവിടെ ടാറ്റ മോട്ടോഴ്സിന്റെ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് മുമ്പത്തെ ഒരു പ്രീവിയസ് ലോ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാലും വളരെ ലോ വോളത്തിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷെയർ തിരിച്ച് മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ കേസിലും ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ താഴേക്ക് വന്നതിന് ശേഷം കുറഞ്ഞ വിലയിൽ ഹൈ വോളിയത്തിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ അക്യുമുലേഷൻ നടക്കുകയാണെന്നാണ് ഇത്തരത്തിൽ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. ഇത് പ്രകാരം അക്യുമുലേഷൻ നടക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പിന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് നടത്താൻ സാധ്യതയുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് വരികയാണ്, ഒരു ഡൗൺ ട്രെൻഡിൽ താഴേക്ക് വന്നിട്ട് അവിടെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് ലോ വോളിയത്തിൽ കൺസോൾഡേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് അവിടെ നിന്നും വലിയ ഒരു വോളിയം ഉണ്ടാകുകയും അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ആ ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു ബുള്ളിഷ് കൺഫർമേഷൻ ആയിട്ട് കരുതാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നതാണ് ഇത്തരത്തിൽ താഴേക്ക് വീഴുകയും അവിടെ നിന്ന് ഹൈ ഒരു വോളിയം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ആ ഒരു ട്രെൻഡ് ലൈനും ഡൗൺ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നത് കാണാം. അപ്പൊ ഈ ഒരു സിനാരിയോ നിങ്ങൾ റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ വീക്ക്ലി ചാർട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് വരുമ്പോൾ വോളിയം വളരെ കുറവാണ്. എന്നാൽ ഈ ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലേക്ക് ബുള്ളിഷ് ആയി പോകുന്നതാണ്. ആ ഒരു ബുള്ളിഷ് കൺഫർമേഷൻ അത് മീറ്റ് ചെയ്യുകയും ചെയ്യുന്നു, നല്ല രീതിയിൽ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും. എന്നാൽ ഇത് തന്നെ തിരിച്ചും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് വരികയാണെങ്കിൽ അവിടെ വോളിയം ലോ ആണെങ്കിൽ പിന്നീട് ആ ഒരു ലോ വന്ന് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് ആ ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അത് താഴേക്ക് പോവുകയാണെങ്കിൽ, ആ ഒരു സ്റ്റോക്ക് താഴേക്ക് ഹൈ വോളിയത്തിൽ പോവുകയാണെങ്കിൽ അതൊരു ബെയറിഷ് കൺഫർമേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതും ഈ ഒരു പുസ്തകത്തിൽ വ്യക്തമായിട്ട് എക്സാമ്പിൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം തന്നെ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മണപ്പുറത്തിന്റെ സ്റ്റോക്കിൽ തന്നെ ഇത് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു രണ്ട് സിനാരിയോയും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം കമ്പനി ഫണ്ടമെന്റലി അടിപൊളിയാണെങ്കിൽ, ടെക്നിക്കലി അടിപൊളിയാണെങ്കിൽ ഇത് മുകളിലേക്ക് തന്നെ പോകുന്നതാണ്. ഇനി അതല്ല കമ്പനി ഫണ്ടമെന്റലി മോശമാണ്, എന്തെങ്കിലും നെഗറ്റീവ് വാർത്ത വരികയാണെങ്കിൽ ഈ പറഞ്ഞ രണ്ടാമത്തെ സിനാരിയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തെ എക്സാമ്പിൾ ആക്കിയിട്ടാണ് ഇപ്പോൾ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസിന്റെ ചാർട്ട് ആണെങ്കിലും മണപ്പുറത്തിന്റെ ആണെങ്കിലും എല്ലാം കാണിച്ചത്. എന്നാൽ ഇപ്പം ഈ ഒരു സിനാരിയോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്. അപ്പൊ ഹാപ്പിയസ്റ്റ് മൈൻഡിന്റെ ചാർട്ടിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നല്ല ലോ വോളിയത്തിൽ ആ ഒരു സ്റ്റോക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താഴെ വന്നിട്ട് ആ ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാനിന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മെയ് 25-ാം തീയതിയാണ്. അപ്പം ഇപ്പോഴത്തുള്ള ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ചാർട്ടിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും മുന്നിലേക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണാവുന്നതാണ്. അതായത് ഈ പറയുന്ന രീതിയിൽ, ഈ ഒരു ബുക്കിൽ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ ഈ ഒരു ചാർട്ട് മുകളിലേക്ക് പോകുക
പോകുമോ അതോ ബെയറിഷ് ആയിട്ട് താഴേക്ക് പോകുമോ? അപ്പൊ ട്രെൻഡ് കൺഫർമേഷൻ, അതായത് ബുള്ളിഷ് ആണോ അതോ ബെയറിഷ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ എന്ത് തന്നെയാണ് കരുതുന്നതെങ്കിലും അത് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക. ഇനി നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഏത് ടൈം ഫ്രെയിമിൽ ഇത് ഉപയോഗിക്കണം എന്നുള്ളത്. അതായത് നിങ്ങൾ ഏത് തരം ഇൻവെസ്റ്റർ ആണ് അല്ലെങ്കിൽ ട്രേഡർ ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. അതായത് നിങ്ങൾ ഒരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു 10 മിനിറ്റ് ചാർട്ടിലോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ചാർട്ടിലോ 5 മിനിറ്റ് ചാർട്ടിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങളൊരു സിംഗ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെയിലി ചാർട്ടിലോ വീക്ക്ലി ചാർട്ടിലോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ടെക്നിക്കൽ അനാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വീക്കിലിയോ മന്ത്ലിയോ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം മാർട്ടിൻ ജെ സ്പ്രിങ്ങിന്റെ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്, അതായത് ഷോർട്ട് ടൈം ഫ്രെയിമിൽ, അതായത് 10 മിനിറ്റ് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ടെക്നിക്കൽ അനാലിസിസ് കണ്ടെത്തുന്നതിനെയും അത് കറക്റ്റായി മനസ്സിലാക്കുകയും ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്നാൽ ലോങ് ടൈം ഫ്രെയിമിൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിൽ അടുത്ത വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇത് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്കിലും ഒരുപോലെ ചെയ്യാവുന്നതാണ്. എന്നാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഇത് സ്റ്റോക്കിലാണ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീക്ക്ലി ചാർട്ടിലും മന്ത്ലി ചാർട്ടിലും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ വോളിയത്തിന്റെ ബേസിക് ക്യാരക്ടർ എന്താണെന്നും വോളിയം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ശരിയായ രീതിയിൽ ചെയ്യണമെന്നും നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ വോളിയം എന്ന് പറയുന്ന ഒരു ടൂൾ ഇൻവെസ്റ്റ്മെന്റിനും ട്രേഡിങ്ങിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡോ ഇൻവെസ്റ്റ്മെന്റോ ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നിങ്ങൾ വോളിയത്തെ മാത്രം കണ്ണടച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റോ ട്രേഡോ ചെയ്യരുത്. പകരം നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റ് ടെക്നിക്കൽ അനാലിസിസുകൾ കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ട് മാത്രമേ ട്രേഡോ ഇൻവെസ്റ്റ്മെന്റോ ചെയ്യാവുള്ളൂ. അത്തരത്തിലുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുകയും ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകത്തിൽ മാർട്ടിൻ ജെ സ്പ്രിങ് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരിക്കലും നിങ്ങൾ പുസ്തകത്തിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതിനെ കണ്ണുമടച്ച് വിശ്വസിച്ച് ട്രേഡ് ചെയ്യരുത്. പകരം ഇതിനെ ഒരു ബേസ് ആയിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും മാർക്കറ്റിന്റെ ആ ഒരു സെന്റിമെന്റ്സും ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് മാത്രമേ ട്രേഡും ഇൻവെസ്റ്റ്മെന്റും ചെയ്യാവൂ എന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ മുന്നിലേക്ക് മറ്റൊരു ചാപ്റ്ററുമായി ഞാൻ വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും